എൻ്റെ പേര് വർഗീസ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എടൂരാണ് താമസിക്കുന്നത്. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഒപ്പം എനിക്ക് വളരെ താല്പര്യമാണ് ഫ്രൂട്ട്സുകളും വെജിറ്റബിളൊക്കെ. ഞാൻ കുറേ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന കൂടുതലും ഇപ്പോൾ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാണ്. വെസ്റ്റീജിൻ്റെ നല്ല വളങ്ങളുണ്ട്. ആ വളത്തിൻ്റെ പ്രത്യേകതകൾ എന്നെ ഭയങ്കര ആകർഷിച്ചു. അതിൻ്റെ വിളവുകൾ ഞാൻ പറയാം. ഇപ്പോൾ ഇതിപ്പോൾ ജനുവരി 1 ഈ തവണത്തെ മഴകൾ എല്ലാവർക്കും അറിയാം. ഡിസംബർ ലാസ്റ്റ് വരെ മഴയായിരുന്നു. ഇപ്പം എല്ലാം പൂക്കളൊക്കെ ആവുന്നേ ഉള്ളൂ. ഇപ്പം നിലവിലുള്ള എൻ്റെ ഫ്രൂട്ട്സുകളൊക്കെ ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ ചെയ്യുന്ന കൃഷി രീതി. എനിക്ക് സ്ഥലപരിമിതിയുള്ള കാരണം വീടിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെയാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടി അടിയിൽ കുറച്ച് മണ്ണിട്ടിട്ട്, ഈ മഴക്കാലമായതുകൊണ്ട് ഇവിടെ നമുക്ക് കരിയിലുകൾ കിട്ടാൻ വിഷമമാണ്. അപ്പോൾ കാട്ടുപള്ളകളെല്ലാം പറിച്ചിട്ട് അത് അതിൻ്റെ മണ്ടയ്ക്കിട്ട് അതിൻ്റെ മുകളിൽ ശരിക്കും മണ്ണിട്ടിട്ട് ഡോളമിറ്റ് വെള്ളത്തിൽ കലക്കി ആ വെള്ളമൊഴിച്ച് ഒരു 15 ദിവസത്തേക്ക് മൂടി വെക്കും. മൂടി വെച്ചതിന് ശേഷമാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. നമ്മൾ അഗ്രിയുടെ അക്കജല്ലിടുവാണ്. അക്കജല്ലിട്ട് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പ്രോട്ടക്റ്റ് ഇട്ട് കൊടുക്കുന്നു. പ്രോട്ടക്റ്റ് ഇടുകയാണെങ്കിൽ ഈ തക്കാളി പോലത്തെ ചെടികളുടെ ദ്രുതവാട്ടം, എല്ലാ ചെടികളുടെയും മറ്റ് വേരുമായി ബന്ധപ്പെട്ട് വരുന്ന ചെടിയുടെ അടിയിൽ നിന്ന് വരുന്ന മണ്ണിൽക്കൂടെ വരുന്ന എല്ലാ ദ്രുതവാട്ടങ്ങൾ പോലത്തെ എല്ലാ കീടരോഗങ്ങളെ പ്രതിരോധിക്കും. അതിനുശേഷം നമ്മൾ ഇച്ചിരി അഗ്രി ഹ്യൂമിക്കിടുവാണ്. നന്നായി വേര് നല്ല ശക്തിയായിട്ട് വളരുകയും ചെടിക്ക് നല്ല വളർച്ച കിട്ടുകയും കുറേ ശിഖരങ്ങൾ വന്ന് നമുക്ക് കൂടുതൽ വിളവുകൾ കിട്ടുകയും ചെയ്യും. നമ്മൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണും കമ്പോസ്റ്റോട് കൂടിയ മണ്ണിട്ട് കൊടുക്കുകയാണ്. മണ്ണിട്ട് കൊടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഈ വെള്ളം അങ്ങ് അടിയിലേക്ക് പോകില്ല. ആ അക്കജല്ലുള്ള കാരണം ഈ അക്കജല്ല് ഇതായിട്ട് വെള്ളം അതിനുള്ളിൽ കിടക്കും. അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന വളങ്ങൾ മുഴുവൻ അവിടെ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനും, ഒരു 3-4 ദിവസം നമ്മൾ നനച്ചില്ലേ പോലും ചെടി വളരെ കരുത്തിൽ അവിടെ നിൽക്കും. വെള്ളം അതിനടിയിലുള്ള വെള്ളം വരെ വലിച്ചെടുത്ത് അക്കജൽ എപ്പോഴും ഈർപ്പം കുടിച്ച് നിൽക്കും. അപ്പം ചെടിക്ക് നല്ല ഒരു ക്ഷീണവും വരില്ല. ഞാൻ ഇതിനകത്ത് 3 വെള്ളരി വിത്താണ് നടുന്നത്. അതിന് ചെറിയ കുഴിയെടുത്ത് ട്രീറ്റ് ചെയ്ത് ചകിരിച്ചാറ് ആദ്യം ഇടുന്നു. അതിൻ്റെ മണ്ടയ്ക്കാണ് വെള്ളരി വിത്ത് ഇടുന്നത്. അതിൻ്റെ മണ്ടയ്ക്ക് ഇച്ചിരി ചകിരിച്ചോറിലൂടെ ഇടുന്നു. പിന്നെ ഒരു ഇഞ്ചി കഷ്ണം ഈ കൂടെ വെച്ചേക്കുവാണ്. അത് നമുക്ക് ലാസ്റ്റ് വെള്ളരിയെല്ലാം തീർന്നു കഴിയുമ്പോഴത്തേനും നമുക്കൊരു ബോണസായിട്ട് കുറേ ഇഞ്ചി കിട്ടും. എൻ്റെ തക്കാളികളാണ്. നമ്മുടെ പ്രോട്ടക്റ്റൊക്കെ ഉള്ള കാരണം നമുക്ക് ചീക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. കായായി വരുന്നേ ഉള്ളൂ. ആപ്പിൾ തക്കാളിയാണ്. ഇതൊരു 6 മാസത്തേക്ക് നിൽക്കും. പച്ചയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് റൈസ് ബാൻ ഓയിലിൻ്റെ കുപ്പിയും കട്ട് ചെയ്തിട്ട് അതിനകത്ത് ക്യാരറ്റ് നട്ടിരിക്കുന്നതാണ്. ക്യാരറ്റ് നല്ല വിളവുകൾ കിട്ടുന്നതാണ്. ഇപ്പം നട്ടിട്ട് അധികം ആയിട്ടില്ല. വളർച്ചയുടെ ഒരു 1/4 പോലും ആയിട്ടില്ല. ഇതെൻ്റെ സ്ട്രോബെറിയാണ്. കായായി വരുന്നേ ഉള്ളൂ. ഇത് റൊളോനിയാണ്. റൊളോനിയൊക്കെ തീർന്നു. ഇപ്പം മഴക്കാലമായതുകൊണ്ട് അധികം വലിയ കായൊന്നുമില്ല. കായൊക്കെ കാഴ്ച തീർന്നതാണ്. 2-3 കണ്ട് ഇനി ഉള്ളൂന്നു. ഇത് തെങ്ങിൻ്റെ നമ്മുടെ അഗ്രി വളങ്ങൾ, നമ്മുടെ വെസ്റ്റീജിൻ്റെ വളങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. ഇതെൻ്റെ ബേറാപ്പിളാണ്. ഇപ്പം ഇത് കായായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ബോണസാണ്. മഴക്കാലത്ത് കിട്ടുന്ന ബോണസ് എന്ന് പറയാം. ഇതെല്ലാം നല്ല വലുപ്പത്തിൽ കുറേ കായ ഉണ്ടാവുന്നതാണ്. ഇത് നമ്മുടെ സീബ്ലൂബി ഇപ്പം പൂ ഇട്ടുകൊണ്ടിരിക്കുന്നു. നിറച്ച് നന്നായി പൂവുണ്ട്. എല്ലാം പൂവിടുന്നേ ഉള്ളൂ. അത് പൂവിട്ട് കായ വന്നാലേ അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. ഇത് എൻ്റെ മരമുന്തിരിയാണ്. തടിയെ മുഴുവൻ പൂവുണ്ട്. കായായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ നന്നായി കായാവുന്നതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. നമ്മുടെ അഗ്രി ഗോൾഡിൻ്റെയൊക്കെ പ്രത്യേകതയാണ്. ഇത് നമ്മുടെ B70 സ്റ്റാർ ഫ്രൂട്ടാണ്. മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ്. അത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളതാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ ഇത് എൻ്റെ ഇസ്രായേൽ ഓറഞ്ച് ഇതിപ്പോൾ കായായി വരുന്നേ ഉള്ളൂ. മഴക്കാലമായതുകൊണ്ട് കേടൊക്കെ മാറി ഇനി എല്ലാം നന്നായി തടുത്ത് വരണം. ഇത് അബിയു ആണ്. അബിയു നന്നായി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞാണ് ഒത്തിരി കിട്ടിയായിരുന്നു. അബിയുവിനൊക്കെ നമ്മുടെ അഗ്രിയുടെ ഗോൾഡൊക്കെ കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ അതേപോലെ കായ്ക്കും. അബിയുവിലൊരു 70% ആൺപൂക്കളുണ്ടാവുക, 30% പെൺപൂ ഉണ്ടാവുക. ആ പെൺപൂ 30% ഉണ്ടായാൽ തന്നെ ഒരുപാടുണ്ടാവും. അതെല്ലാം നല്ല ഒരേ സൈസ് നല്ല ഒത്തിരി കാ കിട്ടി, നല്ല വിളവ് കിട്ടിയായിരുന്നു. കുറേ വാവരൊക്കെ കൊണ്ടുപോയി
എന്നാലും നല്ല വിളവായിരുന്നു. ഇതെൻ്റെ പുലാസാനാണ്. നിങ്ങൾ ഈ പുലാസാൻ്റെ ചോട് കണ്ടോ? ചോടെന്ന് വെച്ചാൽ തീരെ വണ്ണമില്ല. നമ്മുടെ വെസ്റ്റീജിൻ്റെ വളങ്ങൾ കൊടുത്തപ്പോഴത്തേനും ഇതിൻ്റെ മൊത്തം നോക്കിയേ, മൊത്തം വലിപ്പം തന്നെ നോക്കിയേ, ഏത് മോഡലാണ് ഉള്ളത്, ഏത് സൈസിൽ വന്നു ഇതൊക്കെ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ട സ്നോ വൈറ്റ് കുക്കുംബറാണ്. നമ്മൾ ഒരു 20 മില്ലി വേപ്പെണ്ണയ്ക്കകത്ത് ഒരു 200 മില്ലി വെള്ളം ഒഴിച്ച് അതിനകത്ത് ഒരു 1.5 മില്ലി നമ്മുടെ അഗ്രി 82 കുറച്ച് വെളുത്തുള്ളിയോടെ കൂട്ടി അടിക്കുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട കീടങ്ങളൊന്നും ഉണ്ടാവില്ല. 200 മില്ലി വെള്ളത്തിൽ മിക്സ് ചെയ്താലേ കൂടുതൽ അത് മിക്സായി കിട്ടുള്ളൂ. കൂടുതൽ വെള്ളം എടുത്താൽ മിക്സ് ആവില്ല. അഗ്രി 82 വേപ്പെണ്ണയായിട്ട് നന്നായി മിക്സ് ആകണം. അത് കഴിഞ്ഞ് 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് വേണം പച്ചക്കറികൾക്കൊക്കെ അടിക്കാൻ. നമുക്ക് എന്തൊരു അവസ്ഥയാണ് ഉള്ള കീടനാശിനിയൊന്നും അടിക്കാതെ നമ്മുടെ കയ്യിൽ ഇത്രയും നല്ല നാച്ചുറൽ സാധനങ്ങളുള്ളപ്പം നമ്മളതൊക്കെ അടിച്ച് ഈ വെസ്റ്റേജിൻ്റെ അഗ്രി പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കീടനാശിനികളും രാസവളങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് മുന്നേറാൻ പറ്റും. അഗ്രി പ്രൊഡക്റ്റ് അത്രയും വലിയൊരു അത്ഭുതമാണ്. എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പാത്രങ്ങളിലൊക്കെയാണ് ഫ്രൂട്ട്സുകളൊക്കെ നടുന്നെല്ലാം ചട്ടികളിലും അങ്ങനെ പാത്രങ്ങളിലൊക്കെ നടുമ്പോൾ നമുക്ക് ഈ നാനോ ടെക്നോളജികളും ഇങ്ങനെയുള്ള ഈ വെസ്റ്റീജിൻ്റെ എല്ലാ നാനോ ടെക്നോളജി മോഡലാണ്. വളരെ കുറവ് മതി, വളരെ കുറവ് 2 ഗ്രാം 5 ഗ്രാം അങ്ങനെയൊക്കെ ചെറിയ ഗ്രാമിലെടുത്തിട്ട് നമുക്ക് ഇത്രയും നല്ല ഈൽഡ് തരുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വേറെ എന്താണ് ഒരു അത്ഭുതമുള്ളത്? വെസ്റ്റീജാണ് ഏറ്റവും വലിയ അത്ഭുതം. അത് കാരണം ഇപ്പം ഞാൻ വെസ്റ്റീജിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വെസ്റ്റേജ് ഒരു ബിസിനസ്സായും കൂടെ ഞാനിപ്പോൾ ഏറ്റെടുത്ത് ബിസിനസ്സായി കൊണ്ട് നടക്കുന്നു. താങ്ക് യു.